മഴയിൽ ദേവികുളം താലൂക്കിലും വ്യാപക നാശനഷ്ടം. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 85-ൽ വിവിധ ഇടങ്ങളിൽ പാതയോരം ഇടിഞ്ഞു. കരടിപ്പാറയ്ക്ക് സമീപം റോഡ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കല്ലാറിനും 2-ാം മൈലിനും ഇടയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണവുമുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ദേവികുളം താലൂക്കിലും പരക്കെ മഴയാണ്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. മുതിരപ്പുഴയുടെയും പെരിയാറിന്റെയും കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. തോടുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. കല്ലാർ മാങ്കുളം റോഡിൽ വിവിധയിടങ്ങളിൽ മരം കടപുഴകി. താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട്. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 85-ൽ വിവിധയിടങ്ങളിൽ പാതയോരം ഇടിഞ്ഞു. കരടിപ്പാറയ്ക്ക് സമീപം റോഡ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കല്ലാറിനും 2-ാം മൈലിനുമിടയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നേര്യമംഗലം വനമേഖലയിലടക്കം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണമുണ്ട്. വരും ദിവസങ്ങളിലും ജില്ലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ താലൂക്ക് പരിധിയിലും പ്രാദേശിക ഭരണകൂടങ്ങളടക്കം ജാഗ്രത പുലർത്തിപ്പോരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. എറണാകുളത്തിന്റെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. പശ്ചിമ കൊച്ചിയുടെ തീരമേഖലകളിലും വൈപ്പിനിലുമാണ് കൂടുതൽ പ്രതിസന്ധി. വീടുകളിൽ വെള്ളം കയറിയതിനാൽ പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റി. ചെല്ലാനത്ത് കണ്ണമാലി മേഖലകളിലെല്ലാം തന്നെ രൂക്ഷമായ രീതിയിൽ തന്നെ കടലാക്രമണമാണ്. ഒരു ഭാഗത്ത് കടൽ കയറുമ്പോൾ ഇപ്പുറത്തേക്ക് സംഭവിക്കുന്നത് ഈ പ്രദേശത്തെ വഴികളാണ്. ഈ വഴികൾ പൂർണ്ണമായും തന്നെ വെള്ളക്കെട്ടിലേക്കെല്ലാം തന്നെ മാറുന്നു. ഇത് കടൽ വെള്ളം നിറയുന്നു. വീടുകൾക്ക് അകത്തേക്ക് കയറുന്ന ഒരു സ്ഥിതിയിലേക്കെല്ലാം തന്നെ വരുന്നു. പലരും ബന്ധുവീടുകളിലേക്കും മറ്റും മാറുന്ന അവസ്ഥയിലേക്ക് വരുന്നു. വീടിനകത്തുള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ഈ വീടുകളെല്ലാം തന്നെ താരതമ്യേന മറ്റിടങ്ങളിലേക്കാളും കുറച്ചുകൂടി ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു കാലവർഷം അവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് അവർക്ക് വളരെ കൃത്യമായി അറിയാവുന്നവർ തന്നെയാണ്. പക്ഷേ ഇത് പലപ്പോഴും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാലവർഷം എത്തുന്നത്. ഇവിടേക്ക് വരുമ്പോഴെല്ലാം പുഴ നിറഞ്ഞൊഴുകുന്നത് പോലെ തന്നെയാണ് ഓരോ ഇടവഴികളും എല്ലാം തന്നെ വെള്ളക്കെട്ടിലേക്ക് വരുന്നത്. ഇവിടെ നിന്നെല്ലാം തിര കടന്നെത്തുന്ന വെള്ളം ഇവിടേക്ക് നിറയുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാം തന്നെ പോകുന്നു. മറ്റിടങ്ങളിലേക്ക് മാറുന്ന ഒരവസ്ഥയിലേക്കായോ കാര്യങ്ങൾ? ഇതിപ്പോ ഞങ്ങൾ എല്ലാ കൊല്ലം ഇത് തന്നെ അനുഭവിക്കണേ. ഈ സർക്കാരിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഇത് ഞങ്ങൾക്ക് ചെയ്യുന്നിട്ടില്ല. ഇപ്പൊ എന്താണെങ്കിൽ ഞങ്ങളിതുണ്ട് ഈ നോക്കിക്കെ മുട്ടിനീര് വെള്ളമാണ്. ഞങ്ങളിപ്പോ കുഞ്ഞുങ്ങളെ പിള്ളേരായിട്ടൊക്കെ ഇവിടെ പോകും. ഇവിടെ പ്രസവിച്ച് കിടക്കുന്ന പിള്ളേർ വരെ ഉണ്ട്. അറിയാമോ? ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഡെലിവറി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വരെ ഇതിൻ്റെ അകത്ത് ഈ വീട്ടിലുണ്ട്. ഞങ്ങൾ ഇവിടെയായിട്ട് ഇവിടെ പോകും. സർക്കാർ ഇതിനൊരു കാരണം കാണണം. ഈ ഇലക്ഷൻ വരാൻ നേരത്ത് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വന്നു ചോദിക്കും ഞങ്ങൾക്ക് വോട്ട് വേണമെന്ന് പറയും. ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഇത്? ഈ കുഞ്ഞുങ്ങളായിട്ട് വല്ലയിടത്ത് പോകാൻ പറ്റും? ഇതുണ്ട് ഈ അവിടെ അറ്റം വരെ വെള്ളമാണ്. ഇതന്നെ അവസ്ഥ തന്നെയാണ്. മോശമാണ്. ഇവിടെ കല്ല് ഇവിടെ തൊട്ട് ചെന്നൊക്കെ കാണും. കടല് നേരെ ഡയറക്റ്റ് ചെയ്യണ കല്ലില്ല അവിടെ. ചെല്ലാനും ചെറിയടവാണ്. ചെറിയടവ് പ്രദേശമാണ്. ചെല്ലാനും ചെറിയതുണ്ടോ വന്ന മഴയാണ്. ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടിയുണ്ടാവും. കല്ലൊക്കെ വെച്ച് മറ്റേ കട്ടയൊക്കെ വെച്ച് എല്ലാം മാറ്റി ക്ലിയർ ആയിട്ട് വന്നേക്കണം. എന്നാലും ഇതുണ്ട് വെള്ളം കറക്റ്റായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം. അവിടെയൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഞങ്ങളെല്ലാം വീടുകളെല്ലാം പൂർണ്ണമായിട്ട് മുങ്ങിക്കിടക്ക് കംപ്ലീറ്റ് മുങ്ങിക്കിടക്ക്. ഇത് അപ്പുറത്തോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങോട്ട് അവിടെയൊക്കെ നോക്കുന്നുണ്ട്. ആ ഇടവഴി ഇത് ഇടവഴിയാണ്. ഇത് ഇടവഴി വാങ്ങിക്കുക. ഇത് കണ്ട അങ്ങോട്ട് നോക്കുക. അവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളക്കെട്ടിലുണ്ട്. പുറത്തോട്ടിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. വഴികളിലേക്കെല്ലാം വരുമ്പോഴുള്ളൊരവസ്ഥ ഇത് തന്നെയാണ്. അവർ പറയുന്നത് തൊട്ടപ്പുറത്തുള്ള വീടുകളിലേക്ക് നേരത്തെ വരുമ്പോഴെല്ലാം തന്നെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ ചെറിയ കടവ് പ്രദേശത്തെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. വീട് ഓരോ നിമിഷവും ഓരോ സമയം കഴിയുന്തോറും വെള്ളം കയറി വരുന്നു. ഇത് ഇപ്പോൾ പകൽ സമയത്തെ ഒരു ദൃശ്യമാണ്. പക്ഷെ രാത്രിയിലേക്കും ഇതേ അവസ്ഥ തന്നെയാണ്. രാത്രിയിലും ഉണ്ടാകുന്ന രൂക്ഷമായ രീതിയിലുള്ള കടലാക്രമണം അവർ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് അത് ഉണ്ടാകുന്നത്. ഈ സമയം വീടുകളിലേക്ക് അകത്തേക്ക് കയറാൻ പോലും പറ്റാത്ത ആ സ്ഥിതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറുന്നത്. ഇപ്പോൾ ഒരല്പം കൂടി വെള്ളം ഉയർന്നിട്ടുണ്ടെങ്കിൽ വീടിനകത്തേക്ക് കയറുന്ന അവസ്ഥയാണ്. ഈ വീട്ടിലാണോ ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ടോ? അല്ല, ഇടക്കിടക്ക് വരുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? മാറി താമസിക്കുമോ അതോ?
ആ വെള്ളം അതോട്ട് കയറുമ്പോ മാറും. മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അല്ലെ? വീട്ടിലെ എല്ലാവരുമായിട്ടും പുറത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. ഒരു മാറ്റവും എവിടെയും ഉണ്ടാവുന്നില്ല. തന്നെയാണ് കാരണം ഒരു മാറ്റവും അവർക്ക് ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ്. ഈ പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളക്കെട്ടിന്റെ പിടിയിലേക്കെല്ലാം തന്നെ വരുന്നു. ഇതിൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു കടക്കുക, ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെ കയറാനാകുമെന്നതിനെ കുറിച്ച് അവർക്കും വ്യക്തതയില്ല. സ്ഥിരമായ ഒരു ടെട്രാപോഡ് സംവിധാനത്തിലുള്ള കടൽഭിത്തി ഇല്ല എങ്കിൽ പശ്ചിമ കൊച്ചിയുടെ തീരമേഖലകളിൽ ഈ ദുരിതവും വറുതിയുമെല്ലാം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.